പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആയ ബിനാൻസിൽ നമുക്ക് എങ്ങനെ നമ്മുടെ നമ്മൾ എടുത്തിരിക്കുന്ന ട്രേഡുകൾ, നമ്മുടെ ഓപ്പൺ ട്രേഡുകൾ, അതേപോലെ തന്നെ ക്ലോസ് ആയിട്ടുള്ള ട്രേഡുകൾ, നമ്മുടെ ട്രേഡ് ഹിസ്റ്ററി, അതെല്ലാം എങ്ങനെ നോക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മുടെ ബിനാൻസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാം, ഈ താഴെയായിട്ട് ഹോം, മാർക്കറ്റ്സ്, ട്രേഡ്സ്, ഫ്യൂച്ചർ, വാലറ്റ്. അതായത് ഹോം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണുന്ന ഒരു ഇൻ്റർഫേസ് ആണ്. അപ്പം അതിന് താഴെയായിട്ട് മാർക്കറ്റ്സ് കാണുന്നത് നമ്മൾ മാർക്കറ്റിൽ ട്രേഡ്, നമുക്ക് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് ഓരോ കോയിൻസിനെ കുറിച്ച് കാണാൻ വേണ്ടിയിട്ട്, അതേപോലെ അതിന് ഇപ്പുറം കാണുന്ന ട്രേഡ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ട്രേഡ് എടുക്കാനുള്ളതും എല്ലാമായിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിന് ഇപ്പുറമായിട്ട് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ബുക്ക് പോലുള്ള ഒരു ഐക്കൺ കാണാൻ വേണ്ടി ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഓപ്പൺ ഓർഡർ 18 കാണുന്നതിൻ്റെ ഇപ്പുറം ഫണ്ട്സ്, അതിൻ്റെ നേരെ ആ ഒരു ലൈനിൽ തന്നെ നമുക്ക് ഒരു ബുക്ക് പോലുള്ള ഒരു ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഓപ്പൺ ഓർഡേഴ്സ്, ഓർഡർ ഹിസ്റ്ററി, ട്രേഡ് ഹിസ്റ്ററി. അതായത് നമുക്ക് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന ഓർഡേഴ്സാണിത്. അതായത് ഓൾറെഡി സെൽ ഓർഡർ ഇട്ട് വെച്ചിരിക്കുന്ന ഓർഡറുകളാണ്. അതേപോലെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓൾ, ലിമിറ്റ്, സ്പോട്ട് ലിമിറ്റ്, ലിമിറ്റ് മേക്കർ, ട്രേഡിംഗ് സ്റ്റോപ്പ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പിന്നീട് പറയാം. അതേപോലെ തന്നെ ഡയറക്ഷൻ, ബൈ, സെല്ല്, അത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ബൈ ചെയ്തിരിക്കുന്നത്, ഇത് സെല്ല് ചെയ്തിരിക്കുന്നത് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ ഇവിടെ ഒരു ക്യാൻസൽ ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ആയി പോകും. ഈ ഒരു ഓർഡർ ഇട്ടിരിക്കുന്നതെല്ലാം ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ഓർഡർ ഹിസ്റ്ററി. ഓർഡർ ഹിസ്റ്ററി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ഹിസ്റ്ററി കാണാൻ പറ്റും. ഇത് കഴിഞ്ഞ ദിവസം കീ ടോക്കൺ അപ്പായപ്പോൾ സെല്ല് ചെയ്തിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സെല്ല് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ഹൈഡ് ക്യാൻസൽ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ട്രേഡ് ഹിസ്റ്ററി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രൈസിലാണ്, എങ്ങനെയാണ് നമ്മൾ സെല്ല് ചെയ്തതെന്നെല്ലാം ഇതിൽ കാണാൻ പറ്റും. അപ്പം ഇതെല്ലാമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ മേളിൽ കാണുന്ന സ്പോട്ട്, അതിനിപ്പുറം ഒരു 2 ഐക്കൺ കാണാം. അതിൽ ഫസ്റ്റത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് അനലൈസ് കാണാൻ പറ്റും. നമുക്ക് ഏതാണെന്ന് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഏത് പെയറാണെന്നും 3 മന്ത് വരെയുള്ള ട്രേഡ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് 3 മന്ത് വരെയുള്ളതിൻ്റെ ഒരു ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് ബൈയും സെല്ലും ചെയ്താൽ ഏത് കോയിന് ഏത് പെയറിലുള്ളതാണ് വേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബൈയും സെല്ലും ഏതാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഹിസ്റ്ററി ഫുള്ളായിട്ട് ഇവിടെ ഷോ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ട്രേഡ് ഹിസ്റ്ററി, അതേപോലെ തന്നെ ട്രേഡ് ഓപ്പൺ ഓർഡർ എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന. ഒന്നുകൂടി പറയാം. അതായത് നമ്മൾ ബിനാൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ട്രേഡ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സെൻട്രലായിട്ട് കാണുന്ന ട്രേഡ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ കാണുന്ന ഈ ബുക്ക് പോലെ ഇരിക്കുന്ന ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഓപ്പൺ ഓർഡർ, ഓർഡർ ഹിസ്റ്ററി, ട്രേഡ് ഹിസ്റ്ററി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ട്രേഡുകളും അതേപോലെ തന്നെ ഓർഡർ ഹിസ്റ്ററിയും ട്രേഡ് ഹിസ്റ്ററിയും മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.